നിലമ്പൂരിലെ റിസൾട്ട് കേട്ടായിരുന്നോ? കേട്ടില്ല. ആര് ജയിച്ചത്? കമ്മ്യൂണിസ്റ്റ് ജയിച്ചില്ലേ? ഒരു അഭിപ്രായം റിസൾട്ട് കൊള്ളാം, എനിക്കിഷ്ടമാണ്. ഞാനാണ് പ്രതീക്ഷിച്ചത്. ഒരു സർക്കാരിനെതിരായിട്ടുള്ള ഒരു വിധി. തീർച്ചയായിട്ടും ഒരു തിരിച്ചടിയുണ്ട്. കാരണം ഇവരുടെ തോന്നിയാസല്ല നടക്കുന്നത്. അല്ലല്ല, ഇത് തിരിച്ചടി എന്ന് പറയാൻ കഴിയില്ല. ഇത് അവർക്ക് കൂട്ടുകെട്ട്. അത് കോൺഗ്രസിന്റെ സീറ്റല്ലേ? നിലമ്പൂരിലെ ഇലക്ഷന്റെ കണ്ടായിരുന്നു? ഇല്ല, കണ്ടില്ല. നിലമ്പൂരിലെ ഇലക്ഷന്റെ ഇത് കണ്ടായിരുന്നു? ഒരു അഭിപ്രായം അറിയണേ. അങ്ങനെ ഒരുപാട് നാളുടെ കാത്തിരിപ്പിന് ശേഷം നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിന്റെ ഫലം ഇന്ന് പുറത്തു വന്നിരിക്കുകയാണ്. ആര്യടൻ ഷൗക്കത്ത്, UDFന്റെ ആര്യടൻ ഷൗക്കത്ത് 11,000-ൽ പരം വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ വിജയിച്ചിട്ടുണ്ടായിരുന്നു. അതിനെപ്പറ്റി എന്താണ്, അത് കേരള സർക്കാരിന് ഒരു തിരിച്ചടിയാണോ എന്നുള്ള അഭിപ്രായം, ജനങ്ങളുടെ അഭിപ്രായം എന്താണ് എന്നുള്ളത് നമുക്കൊന്ന് ചോദിച്ചു നോക്കാം. നമ്മളിപ്പോൾ നിൽക്കുന്നത് തിരുവനന്തപുരത്താണ്. തിരുവനന്തപുരത്തെ ജനങ്ങളുടെ അഭിപ്രായമാണ് നമ്മൾ ഇന്ന് ചോദിച്ചറിയാൻ പോകുന്നത്. നിലമ്പൂരിലെ റിസൾട്ട് കേട്ടായിരുന്നോ? കേട്ടില്ല, കുറച്ചല്ലേ കേട്ടുള്ളൂ. ആര്യടൻ ജയിച്ചായിരുന്നു. അതെ, ഇതൊരു സർക്കാരിനെതിരായിട്ടുള്ള ഒരു വിധിയാണ്. തീർച്ചയായിട്ടും സർക്കാരിനെതിരെ തന്നെയാണ്. അടുത്തൊരു മൂന്നാമത് ഭരണം പിടിക്കാൻ സാധ്യത. അതായത് ആളുകളെല്ലാം ആ രീതി ചിന്തിച്ചു തുടങ്ങിയെന്നുള്ളതാണ്. കാരണം ഇവരുടെ തോന്നിയാസല്ല നടക്കുന്നത്. അതുകൊണ്ട് LDF അപ്പൊ ഇനി ഒരു മൂന്നാമത് വരാൻ സാധ്യത ഇല്ല, വരാൻ സാധ്യത വളരെ കുറവ്, വളരെ കുറവ്. നിലമ്പൂരിൽ റിസൾട്ട് കേട്ടായിരുന്നു? കണ്ട് നമ്മൾ മൊബൈലിലെല്ലാം കണ്ടോണ്ടിരിക്കുകയാണ്. ഇത് സർക്കാരിന്റെ ഒരു തിരിച്ചടിയാണ്. സർക്കാരിന്റെ തിരിച്ചടി എന്ന് പറഞ്ഞാൽ അപ്പൊ സംഭവം ജനങ്ങളെ ഇപ്പോഴത്തെ അവസ്ഥ അങ്ങനെയാണ്. കാര്യം എന്ന് പറഞ്ഞാൽ ജനങ്ങളെ കയ്യിൽ പൈസ ഇല്ല, കൂലിപ്പണി കയറാൻ വരെ പൈസ ഇല്ല. ഉള്ളവര് വീട്ടിൽ പൈസ വെച്ചിരിക്കുക, ഉള്ളവര് ഇറക്കുകയില്ല. ജനങ്ങളെ കിടന്ന് അനുഭവിക്കില്ല. ഇപ്പൊ കണ്ടോണ്ടിരിക്കില്ലേ. അപ്പൊ വോട്ടില്ല. മൂന്നാമത് LDF വരുമെന്ന് പറഞ്ഞപ്പോൾ അങ്ങനെ കിട്ടുമെന്ന് ഉറപ്പ് പറയാൻ പറ്റില്ല. കാര്യം എന്താ, ഭൂരിപക്ഷവും കിട്ടൂല. ചിലപ്പോ കഷ്ടിച്ച് ചിലപ്പോൾ കിട്ടിയാൽ കിട്ടിയില്ലെങ്കിൽ ഇല്ല. ആ അവസ്ഥയിലാണ്. കാര്യം ഇപ്പൊ രാവിലെ വണ്ടിയും കൊണ്ട് ഇറങ്ങണതാണ്. ഇപ്പൊ എല്ലാം കാലി അടിച്ച് ഓടുകയാണ്. പെട്രോളിനും എങ്ങനെ കുടുംബം കഴിയണത്? കറണ്ടിന് ഒരു സൈഡിൽ കൂടെ പൈസ കൂടിക്കൊണ്ട്, വെള്ളത്തിന് പൈസ കൂടിക്കൊണ്ടിരിക്കുന്നത്, വാടകകൾ കൂടിക്കൊണ്ടിരിക്കുന്നത്. അതൊന്നും ചോദിക്കാൻ നമ്മളെ പാവപ്പെട്ടവന്റെ തലയിൽ അടിച്ചേൽപ്പിക്കും. അത്രയല്ല. എന്ത് മുഖ്യമന്ത്രി വരെയാണ് എന്ന് ഗാന്ധി പാർക്കിൽ, അല്ല ഈ പുത്രികരണ മൈതാനത്ത് വരെയാണ്. പിന്നെ ഇന്ന് എന്ത് പറയണത് പിന്നീട് നമുക്ക് സംസാരിക്കാം. അത്രേ ഉള്ളൂ. ആര്യാണ്ട് വെച്ചാൽ ഞാനാണ് പ്രതീക്ഷിച്ചതാണ്. ഞാനൊരു BMS പ്രവർത്തകനാണ്. BMSന്റെ വിശ്വസിക്കുന്ന BJP വിശ്വസിക്കുന്ന ഒരാളാണ്. പക്ഷെ ഞാൻ ആര്യാൻ ഷൗക്കത്തിന് വിജയം പ്രതീക്ഷിച്ചിരുന്നു. ഇതൊരു സർക്കാരിന് തിരിച്ചടിയാണ്. തീർച്ചയായിട്ടും ഒരു മൂന്നാമത് LDF വരാനുള്ള സാധ്യത. മൂന്നാമത് കാരണം പ്രതിപക്ഷത്തിന്റെ പ്രവർത്തനങ്ങൾ ചെയ്യുന്നില്ല എങ്കിൽ തീർച്ചയായിട്ടും LDF തന്നെ വരും. കാരണം അതാണ് ഇപ്പൊ കാണുന്നത്. കാരണം ഒരു ഇലക്ഷൻ പ്രഖ്യാപിച്ച ഉടനെ തന്നെ കോൺഗ്രസിലെ നേതാക്കന്മാർ തമ്മിലടിയാണ്. സ്ഥാനാർത്ഥിത്വത്തിന് പോലും തമ്മിലടിയാണ്. അവിടെ നിന്ന് ചിലപ്പോൾ തുടങ്ങിയത്. അതുകൊണ്ട് ചിലപ്പോൾ LDF വരാൻ സാധ്യതയുണ്ട്. പിന്നെ അതെല്ലാം ഏകോപിപ്പിച്ചുകൊണ്ട് രമേശ് ചെന്നിത്തലയും VD സതീശനും ഇപ്പൊ ശശി തരൂരിന്റെ ഒക്കെ അവസ്ഥ നമുക്കറിയാമല്ലേ, എങ്ങുമില്ലാതെ നിൽക്കുകയാണ് എന്ന് പറഞ്ഞ പോലെ അവരെല്ലാവരും കൂടെ ഒരേപോലെ ആവുകയാണെങ്കിൽ UDF വരും. അല്ലെങ്കിൽ UDF ആണ് വരുന്നതെങ്കിൽ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയാകാൻ സാധ്യത. അതിന് മത്സരമാണ്. അത് അവർ തമ്മിൽ തന്നെ മത്സരമാണ്. സാധ്യത രമേശ് ചെന്നിത്തല ഞാൻ പ്രതീക്ഷിക്കുന്നതാണ്. പിണറായി വിജയാണ് വരേണ്ടത്. എന്തെന്നറിയാമോ, 10-25 പേർക്ക് ഒരു വീട് വെച്ചു കൊടുത്തില്ലേ? അപ്പൊ അത് ജയിക്കേണ്ടതല്ലേ? ഭരണത്തിന് ആരോ വരട്ടെ, അയാള് വീട് പാങ്ങൊക്കെ വെച്ചു കൊടുത്തല്ലോ. അത് തന്നെ. LDF കൊള്ളാം, എനിക്കിഷ്ടമാണ്. ശമ്പളമൊക്കെ ഇപ്പൊ കൂട്ടി കൊടുക്കാന്നൊക്കെ പറഞ്ഞിരിക്കുന്ന. ഇന്നലെ TV-യിൽ വാർത്ത കണ്ടു, 25,000 വീട് വെച്ചു കൊടുത്തു. വീട് നനഞ്ഞൊക്കെ കിടന്നു, വീടില്ലാതെ കിടന്നു, ചെറ്റ വീടായിരുന്നു, സീറ്റിട്ട വീടായിരുന്നു. ഇതിപ്പോ നല്ലൊരു വീട് കിട്ടിയെന്ന് അവർ ഓരോരുത്തർ ഇങ്ങനെ അഭിപ്രായം പറയുന്നു. അത് ഞാൻ TV-യിൽ കണ്ടു. അതുകൊണ്ട് LDF വീണ്ടും വരും. നിലമ്പൂര് റിസൾട്ട് കേട്ടു. അത് നേരത്തെ പുള്ളിയുടെ ഇപ്പോ UDFന്റെ ഒരു സ്ഥാനാർത്ഥിയാണ് ജയിച്ചത്. പക്ഷെ നേരത്തെ അത് പുള്ളിയുടെ പിതാവിന്റെ കാലത്തെ അവിടെ പ്രവർത്തനം UDFും മുസ്ലിം ലീഗിന്റെ സീറ്റുകളാണ്. ഈ അൻവർ വന്നതോടെയാണ് അത് തിരിച്ചു പിടിച്ചത്. പക്ഷെ ഇനി അത് തിരിച്ചു പിടിക്കാൻ കഴിയുമെന്ന് തോന്നുന്നില്ല. പക്ഷെ ഈ പിതാവ് നല്ല പ്രവർത്തകനായിരുന്നു. പക്ഷെ അതുകൊണ്ടായിരിക്കാം പുള്ളിയും നല്ല പ്രവർത്തനം പാവപ്പെട്ട ജനങ്ങൾക്ക് കാഴ്ചവെക്കും എന്നുള്ള തീരുമാനം വോട്ടർമാർക്ക് മനസ്സിൽ വന്നതുകൊണ്ടായിരിക്കാം. കേരള സർക്കാർ എന്ന് പറഞ്ഞാൽ അത് ഒരു തിരിച്ചടിയായെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം എന്ന് വെച്ചാൽ അൻവർ രാജിവെച്ചത് കൊണ്ടാണ് ഇപ്പോൾ ഈ സീറ്റ് പോയത്, ഇപ്പോ പുള്ളി ജയിച്ചത്. പക്ഷെ അൻവർ രാജിവെക്കാതെ LDFിൽ തന്നെ തുടർന്ന് നിന്നുവെങ്കിൽ അടുത്ത പ്രാവശ്യം അൻവർ ജയിക്കാൻ സാധ്യതയുണ്ട്. കാരണം പുള്ളി നല്ല കാര്യങ്ങൾ ചെയ്യുന്ന ഒരാളായതുകൊണ്ട് LDFന്റെ ആള് തന്നെ ജയിക്കാൻ സാധ്യതയുണ്ട്. പക്ഷെ ഇനി ഈ സീറ്റ് ഒരിക്കലും അറിയില്ല. ഇനി ഈ സീറ്റ് UDFന്റെ കയ്യിൽ UDFന്റെ കയ്യിൽ സുരക്ഷിതമാണ്.
പക്ഷെ അത് ഇപ്പോൾ പുള്ളി തന്നെയാണ് അത് തിരിച്ചു പിടിച്ചു. അത് പിതാവിനെ പോലെ പുള്ളിയും വരാൻ സാധ്യത ഉണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. നല്ലൊരു മനസ്സുള്ള ഒരു സാധാരണപ്പെട്ട ആൾക്കാരെയൊക്കെ സംരക്ഷിക്കാൻ നല്ലൊരു മനസ്സുള്ള ആളാണ്. സിനിമാ പ്രവർത്തന രംഗത്തുണ്ട്, സിനിമ അഭിനയമുണ്ട്, ഡയറക്ഷൻ ഉണ്ട്, അതുപോലെ സിനിമ എടുക്കുന്ന ഒരാളാണ്. അപ്പൊ ഇത്തരത്തിലുള്ള ആൾക്കാർ വരുമ്പോ പൈസയൊക്കെ നോക്കാതെ നല്ല കാര്യങ്ങൾ ചെയ്യുന്ന ഒരാളാണെന്നാണ് തോന്നുന്നത്. അപ്പൊ പിതാവിന്റെ സ്ഥാനത്ത് പുള്ളി കാര്യങ്ങൾ ചെയ്യുമെന്നാണ് ഇപ്പൊ വോട്ടർമാർ ചിന്തിക്കുന്നത്, പ്രതീക്ഷ. പക്ഷെ എന്തായാലും നമ്മുടെ അൻവർ LDF തിരിച്ച് അപ്പുറത്ത് പോയി തോറ്റത് കൊണ്ടൊരു വളരെ സങ്കടം ഉണ്ട്. ആർക്ക് UDF വോട്ട് പിടിച്ചിട്ടുണ്ട്. ഞാനൊരു 4000 വരെ കണ്ടു. 4000 ഭൂരിപക്ഷം വരെ അല്ല, ഈ പുള്ളിയുടെ 4000 ഭൂരിപക്ഷം വരെ ഞാൻ കണ്ടു. അതിനുശേഷം പിന്നെ നമ്മുടെ തൊഴിൽ മേഖല ഇതായി. ഇപ്പൊ എന്തായാലും LDF ഇതൊരു അടിയാവാൻ സാധ്യത ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നു. കാരണം അവരുടെ പ്രവർത്തനം ഭയങ്കരമായിട്ട് ഇപ്പൊ നടക്കുകയാണ്. അടുത്ത 3-ാം പ്രാവശ്യം LDF അധികാരത്തിൽ വരാൻ വേണ്ടിയുള്ള പ്രവർത്തനങ്ങളാണ് ഇപ്പൊ നടക്കുന്നത്. വരാൻ സാധ്യതയുണ്ട്. കാര്യം സാധാരണപ്പെട്ട ആൾക്കാർ പറയുന്നത് നമ്മുടെ ഇപ്പോഴത്തെ മുഖ്യമന്ത്രി തന്നെ അടുത്ത് വരണമെന്നാണ് പുള്ളി പറയുന്നത്. കാരണം എന്താണെന്ന് വെച്ചാൽ അവർക്ക് ആവശ്യത്തിനധികമുള്ള കാര്യങ്ങളും പൈസകളൊക്കെ ഇഷ്ടംപോലെ കയ്കളിൽ കിട്ടുന്നത് കൊണ്ട് വരാൻ സാധ്യത ഉണ്ടെന്നാണ് തോന്നുന്നത്. അത് UDF വരണമെന്നാണ് നമ്മുടെ ആഗ്രഹം. UDF വരണമെന്ന് തന്നെയാണ്. വന്നാൽ നല്ലത്. മൂന്നാമത് LDF സർക്കാർ വരാൻ സാധ്യതയുണ്ടോ? അതില്ല. കേരള സർക്കാരിന് ഒരു തിരിച്ചടിയാണ്. ഒരു തിരിച്ചടിയും ഇല്ല. അത് കോൺഗ്രസിന്റെ സീറ്റല്ലേ, പിന്നെ കോൺഗ്രസ് എടുക്കാതെ ഇരിക്കുന്നത്. UDF സീറ്റ് തന്നെയാണ്. അത് UDF സീറ്റ് UDF എടുത്തു, പക്ഷെ ഭൂരിപക്ഷം കുറഞ്ഞു. അത് നിങ്ങൾ നോക്കിക്കോളാം. ഓക്കെ, മൂന്നാമത് LDF സർക്കാർ തന്നെ വരാൻ സാധ്യതയുണ്ടോ? മൂന്നാമത് LDF സർക്കാർ തന്നെ വരും, ഒരു സംശയമില്ല. തിരിച്ചടിയാണെന്ന് പറഞ്ഞാൽ ചിലപ്പോ തിരിച്ചടി ആയിരിക്കും എന്ന് മാത്രമേ എനിക്ക് പറയാൻ പറ്റൂ. ഞാൻ കൂലിപ്പണിക്കാരനാണ്, എനിക്ക് ശരി ശരി. രാഷ്ട്രീയപരമൊന്നും അറിഞ്ഞോളാം. പക്ഷെ എല്ലാരും പറയുന്നത് പിണറായി കള്ളനാണ് എന്നൊക്കെയാണ് പറയണത്. നമ്മളൊന്നും മോഷിച്ചിട്ടൊന്നും ഇല്ല, ഞാൻ ഒന്നും പറയുന്നില്ല. എല്ലാരും പറയുന്നില്ല, എനിക്കൊന്നും പറയാനില്ല. ഞാൻ ഒരു കൂലിപ്പണി, ഞാൻ അന്ന് ജീവിക്കുന്നതാണ്. രാഷ്ട്രീയം ഒരു കാര്യം, ഞാൻ ഒരു കമ്മ്യൂണിസ്റ്റുകാരനാണ്, എന്റെ വോട്ട് ഞാൻ ചെയ്യും. അത് എനിക്കൊന്നും പറയാനില്ല. ഇതൊരു കേരള സർക്കാരിന് തിരിച്ചടിയാണ്. കേരള സർക്കാരിന് തിരിച്ചടിയാവല്ലോ. വർഗീയ കൂട്ടുകെട്ടിൽ ജയിച്ചത് കേരള സർക്കാരിന് ഒരു അടിയെന്ന് പറയാനായിട്ടില്ല. അങ്ങനെ ഏകാന്തതയിൽ ജയിച്ചു പറഞ്ഞവരാണ് നമ്മൾ വിജയമായിട്ട് കൂട്ടുന്നത്. ഇതൊക്കെ സർവ്വ SDP മുതൽ വെൽഫെയർ പാർട്ടി, ജമാഅത്ത് ഇസ്ലാമി, മുസ്ലിം ലീഗ്, സർവ്വ പാർട്ടികൾ, BJP, അവസാനം BJPയുടെ സ്ഥാനാർത്ഥി തന്നെ പറഞ്ഞേക്കുന്നത് ഞങ്ങൾ വോട്ട് ജയിക്കില്ലെന്നറിയാം, അതുകൊണ്ട് ഞങ്ങൾ മറിച്ച് ആര്യാടൻ അടിക്കാൻ പറഞ്ഞു. അപ്പോൾ പിന്നെ ഈ ജയം ഒരു വലിയ വിജയമായിട്ട് കിട്ടാനില്ല. ജയിക്കുമെന്ന് പറയാം. ഈ സഖ്യങ്ങൾ ജയിക്കും. ഇതൊക്കെ ഒരു മഴവിൽ സഖ്യങ്ങളല്ലേ, ഇതെപ്പോഴും ജയിക്കും. അല്ലാതെ യാഥാർത്ഥ്യമായ വിജയമല്ല. യാഥാർത്ഥ്യമായ വിജയം എന്ന് പറഞ്ഞാൽ ഒറ്റയ്ക്ക് മത്സരിക്കുക, ജയിക്കുക. ഘടകകക്ഷികളും അവരെ പാർട്ടിയിൽ അല്ലല്ല, ഇത് തിരിച്ചടി എന്ന് പറയാൻ കഴിയില്ല. ഇത് അവിഹിത കൂട്ടുകെട്ട്. BJPയുടെ വോട്ട് കിട്ടി. BJPയുടെ സ്ഥാനാർത്ഥി മോഹൻ രാജ് തന്നെ പറഞ്ഞേക്കുന്നത് ഞങ്ങൾ ജയിക്കില്ലെന്നറിയാം, അപ്പൊ ഞങ്ങൾ വോട്ട് ആര്യാടൻ ഷൗക്കത്തിന് മറിച്ചു വിട്ടു. അല്ല വേറെ ഇതൊരു ജയമൊന്നോ അല്ലെങ്കിൽ ഇത് ഇന്നത്തെ ഭരണത്തിനോ പ്രതിസന്ധിയെന്നോ അല്ലെങ്കിൽ പിണറായി രാജിവെക്കണമെന്നോ പറഞ്ഞിട്ട് ഒരു നടപടി കൂട്ടിയിട്ട് കാര്യമില്ല. ജയിച്ചതെന്ന് പറഞ്ഞത് അവിഹിത കൂട്ടുകെട്ടും ബന്ധങ്ങളും ആയപ്പോൾ ജയിച്ചു. അല്ലാതെ ഇതൊരു ആര്യാടൻ ഷൗക്കത്തിന്റെയോ കോൺഗ്രസിന്റെയോ ജയമല്ല. ഇത് യഥാർത്ഥം പറഞ്ഞാൽ വെൽഫെയർ പാർട്ടിയെ ഇതിനകത്തോട്ട് കയറിയ അവരെ കാൽവയ്പ്, അവർക്ക് സ്ഥായിയായ ഒരു സ്റ്റാൻഡിംഗ് പവർ കിട്ടി, അത്രയേ ഉള്ളൂ. അല്ലാതെ ഇതിൽ വേറെ ഒരു സംശയം കൂടി, മൂന്നാമത് LDF സർക്കാർ വരാൻ സാധ്യതയുണ്ടോ? മൂന്നാമത് LDF സർക്കാർ വരണമെന്നുള്ളതിന് യാതൊരു തർക്കവുമില്ല. ആര്യാടൻ ഷൗക്കത്തിന്റെ വിജയത്തിനെ പറ്റി തിരുവനന്തപുരത്തെ ജനങ്ങളുടെ അഭിപ്രായം ഇത് തന്നെയാണ്. ക്യാമറമാൻ അഖിൽ ദേവിനോടൊപ്പം റിപ്പോർട്ടർ വിഷ്ണു ശങ്കർ.